എടോ ജോസഫേ, താനല്ലേ പറഞ്ഞത് ഇവിടെ വലിയ ബഹളവും പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണെന്ന്? ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ, നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം. അതൊക്കെ ഇവിടെ റാവുത്തർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അകത്തായത് കൊണ്ടാ. അവനൊന്ന് പുറത്തിറങ്ങട്ടെ, അപ്പൊ തുടങ്ങില്ലേ വെട്ടും കുത്തും ബഹളമൊക്കെ. എത്രയായി? ഒരു 20 പേരെങ്കിലും അവൻ തട്ടി. എത്രയായി? 30 രൂപ. 30 രൂപ? ഇവിടെ വരെ 30 രൂപ? 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോകാനോ? 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോവാം. പക്ഷെ ഇവിടെ വേണമെങ്കിൽ 30 രൂപ വേണം. വേറെ ആരും കൂട്ടി വിളിച്ചിട്ട് വന്നില്ലല്ലോ. ഇത് തന്നെ അതിന്റെ കാര്യം. 10 രൂപ വരും. 10 രൂപ വേണമെങ്കിൽ മേടിച്ചിട്ട് പോടോ. അങ്ങനെ പോയാൽ ശരിയാവാ. എന്റെ കാശ് തന്നിട്ട് പോടോ. കൈമ പിടിക്കേ, പിന്നെ കാല് പിടിക്കണോ? അപ്പൊ ഓട്ടോറിക്ഷക്കാരും പിടിച്ചു ചിലപ്പോ പിടിച്ചു പറിക്കും. നിന്നെ കൊണ്ട് ഈ പിടി പിടിക്കാൻ പറ്റുമോ? ഇല്ല, വിടില്ല. നിന്നോട് അവിടെ പറഞ്ഞ നിന്നെ ഞാൻ ശരിയാക്കി. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? ഇനി നിനക്ക് എത്ര രൂപ വേണം? 20 രൂപ അല്ലേ? ഇങ്ങോട്ട് വാ, തരാം. എന്നാടാ എന്നാടാ വേണ്ടേ? ഇങ്ങോട്ട് വാ, തരാം. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ നീയൊക്കെ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോഴേ ഇവനൊക്കെ. ആ പേരെന്താന്നാ പറഞ്ഞത്? KK ജോസഫ്. അതല്ലടോ ആ സ്ത്രീയുടെ പേര്. അതൊന്നും എനിക്ക് മാധവിയമ്മ. മാധവിയമ്മ. അച്ഛനെ, ഇവിടെ ഈ മാധവിയമ്മയുടെ വീട്. ദൈവമേ, ഇത് ആരായത്? എന്നെ പറ്റി പോയി അയലോട് ചോദിക്കുന്നേ. അതെ, ഈ പട്ടാളം മാധവിയമ്മയുടെ വീട്. പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ? പൊട്ടനാ. എവിടുന്നാ നിങ്ങളെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്നെ പറ്റി പോയി അയലോട് ചോദിക്കാൻ? അയ്യോ, മാധവിയമ്മയാണോ? അല്ല, മാധവി അപ്പൻ. പോയി ചോദിക്കാൻ വേറെ ആരെയും കണ്ടില്ല അല്ലേ? ആ റാവുത്തക്കാണോ പോയി ചോദിക്കുന്നത്? ആ റാവുത്തക്കാണോ പോയി ചോദിക്കുന്നതെന്ന്? ഏത് റാവുത്തര്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇത്തിരി വെള്ളം ഉണ്ടാവോ കുടിക്കാൻ? വെള്ളം കുടിക്കാനാണോ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറി വന്നത്? അല്ല, ഞങ്ങള് എരുമേലി പറഞ്ഞിട്ട് വന്നതാണ്. എന്താ എരുമേലി പറഞ്ഞിട്ട് വന്നതാണോ? ക്ഷമിക്കണം കേട്ടോ, എനിക്ക് ആള് മനസ്സിലായി. അത് സാരമില്ല. ഇങ്ങോട്ടിരുന്നാട്ടെ, ഞാനിപ്പോ പറയാം കേട്ടോ. ആ കൊച്ചിന് എന്ത് വിചാരിക്കുവോ ആവോ? ഏത് കൊച്ചൻ? നമ്മൾ ആ എരുമേലിയോട് പറഞ്ഞയച്ചിരുന്നില്ലേ അമ്മേ, ഉണ്ണിമോക്കൊരു ചെറുക്കനെ നോക്കണമെന്ന്? ദേ പറഞ്ഞു വിട്ടിരിക്കുന്നു, നല്ല കലക്കനൊരു ചെറുക്കനെ. ആരാടാ നിങ്ങള്? ചോദിച്ചത് കേട്ടില്ലേ? റാവുത്തണ്ണ, ഇവര് വേറെ ആരുമല്ല, എന്റെ ഉണ്ണിമോളില്ലേ, ഉണ്ണിമോളെ കാണാൻ വന്നതാ. പെണ്ണ് കാണാൻ വന്നിരിക്കുന്നതാ. ആണോടാ? ഇതാണ് ചെറുക്കൻ. ഇരുന്നാട്ടെ റാവുത്തണ്ണ, കുടിക്കാൻ എന്തെങ്കിലും. റാവുത്തണ്ണ പോട്ടെ. പിശാച്ചാ പിശാച്ച്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇരുന്നാട്ടെ. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. എന്തിനാണോ പറഞ്ഞത് ഞാൻ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനാണെന്ന്? എന്റെ സ്വാമി, ആ സ്ത്രീ ഒരു നമ്പർ ഇട്ടതല്ലേ നമ്മൾ അയാളിൽ നിന്ന് രക്ഷിക്കാൻ. ആണോ? പിന്നെ അല്ല, ഇനി അവര് ശരിക്ക് വിചാരിച്ചിട്ടുണ്ടാവോ നമ്മൾ പെണ്ണ് കാണാൻ വന്ന ആൾക്കാരാണെന്ന്? അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവോ? ഉണ്ടാവോ? ഇതത് തന്നെ, ഇതത് തന്നെ. ഇത് ശരിക്കും പെണ്ണ് തന്നെ. ഇപ്പൊ എനിക്കും സംശയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് സംശയമുണ്ടെന്ന്. സ്വാമിയല്ലേ പറയേണ്ടത്, ഞാനെന്ത് പറയാൻ? നമ്മൾ അതിന് വന്ന് തെറ്റെന്ന് പറയണോ? പറയാം. എന്താ പേര്?
തന്നോട് പേരെന്നാളും ചോദിക്കാൻ പറഞ്ഞോ? സോറി. കാര്യം പറയടോ. പറയാം. അല്ല കാർന്നോരെ, കാർന്നോരെന്തിനാ അവിടെ ഇരിക്കുന്നേ? അവർക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ കാണുമെന്നേ. കാർന്നോര് ഇങ്ങോട്ട് പോരും. സ്വാമി ഇവിടെ ഇരിക്കും, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ഇങ്ങോട്ട് പോരെ കാർന്നോരെ. എന്താ പേര്? അതെ, ആ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. ഓ, അതൊക്കെ ഇപ്പോഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത്? കല്യാണം കഴിയുമ്പോ ഒക്കെ മാറിക്കോളുന്നേ. അയ്യ, അതല്ല, ആ ഞങ്ങള് പെണ്ണ് കാണാൻ വന്നതല്ല, പിന്നെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ. എരുമേലി പറഞ്ഞിട്ട്. എടാ, നിന്നോട് ആരെടാ പറഞ്ഞ എന്റെ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന്? അത് റാവത്തേടെ മുമ്പിൽ വെച്ച് അയാൾ എങ്ങനെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെയും കൊന്നേനും നിന്നെയും കൊന്നേനും ആ വന്നവന്മാരെയും കൊന്നേനും. അത് ഞാൻ അറിഞ്ഞു. അയാളിപ്പം ജയിലിൽ തുറന്നു വിടുന്നു. എന്തൊരു വാടക? നിന്നോട് വാടകക്കാരെയും കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞോ? എന്റെ മോക്കൊരു ചെറുക്കനെയും കൊണ്ട് വരാമെന്നും പറഞ്ഞു എന്നോട് കാശം മേടിച്ചോണ്ട് പോയോ? എന്നോടാ നീ? എന്റെ മാധ്യമേ, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയില്ലാണ്ടായിപ്പോയല്ലോ. കൊയ്യെന്നെ വിടറാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വിയറ്റ്നാം കോളനിയിൽ ഒരു പെണ്ണിനെ കെട്ടാൻ മാനവും മര്യാദയുള്ള ഒരു ചെറുക്കൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അതുകൊണ്ടല്ലേ വാടകയ്ക്കെങ്കിൽ വാടകയ്ക്ക് നിങ്ങളെ മാളികന്റെ മുകളില് കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ താമസിക്കുമ്പോ അവന്റെ കൽബ് കയറി താമസിക്കാൻ നിങ്ങളെ മോള് വിചാരിച്ചാ പറ്റൂലേ? പറ്റൂലില്ല ഭാഗ്യമ്മേ? പത്രപ്പണ്ടാരത്തിന്റെ മോളെ ഷിപ്പ്യാർഡിൽ എഞ്ചിനീയർ എങ്ങനെയാ കല്യാണം കഴിച്ചുകൊണ്ട് പോയത്? പ്രണയം. പണയോ? പണയം, പ്രേമം. ഈ പ്രേമം കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികള് വലിയ വലിയ വീടുകളിൽ പോയി തമ്പുരാട്ടിമാരെ കഴിയാൻ. നമ്മൾ കൊണ്ടുവന്ന ആൾ ആരാന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവൻ ബ്രാഹ്മണന്മാരാ, ബ്രാഹ്മണന്മാര്. കഥ എഴുതുന്ന പണിക്കാര്. പേര് കൃഷ്ണമൂർത്തി. എന്താ മോശ? എന്താ അത്ര പേര് ആലോചിച്ചേ? നിങ്ങൾ വേണ്ടെങ്കിൽ പറ്റൂലെന്ന് പറയും. ഈ കോളനിയിൽ വേറെ വീടില്ലേ? അവിടുത്തെ ഏതെങ്കിലും ഒരു പെണ്ണിന് കിട്ടിയോട്ടെ ബാക്കിയോ? പറ്റൂലെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് അവനെ ഇവിടെ താമസിപ്പിക്കുന്നത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ റാവുത്തരം ജോണും ഫ്രാങ്കും ഒക്കെ സമ്മതിക്കുവോന്നാ? സമ്മതിപ്പിക്കണം. നിങ്ങളെ മകൾക്ക് വേണ്ടി നിങ്ങളൊരു ഡിസ്ക് എടുക്കണം. ആദ്യമേ ഡിസ്ക് എടുക്കണം. ഓ, ഒരു കണക്കിലാ ഞാൻ ആ റാവുത്തരെ കൊണ്ടൊന്ന് സമ്മതിപ്പിച്ചെടുത്തത്. റാവുത്തര് സമ്മതിക്കുമ്പോ ഇരുമ്പ് സമ്മതിക്കത്തില്ല, ഇരുമ്പ് സമ്മതിക്കുമ്പോ കണ്ണൻ ഫ്രാങ്ക് സമ്മതിക്കത്തില്ല. ഒടുവിൽ ഒരു വിധത്തിൽ എല്ലാത്തിന്റെ കാലും കയ്യും പിടിച്ച് ഞാനൊന്ന് സമ്മതിപ്പിച്ചെടുത്തു. അല്ല, എന്ത് കഥ എഴുതാനാ സ്വാമി ഇവിടെ വന്നിരിക്കുന്നത്? അതങ്ങനെ പ്രത്യേകിച്ചൊരു കഥയൊന്നും അല്ല. ആകെ മൊത്തം ടോട്ടലായിട്ട് ഈ കോളനിക്കാരെയൊക്കെ പറ്റി ഒരു ഞങ്ങളെ പറ്റി എന്ത് കഥ എഴുതാൻ സ്വാമി? എങ്കിൽ പിന്നെ ഇവിടെയുള്ള ദുഷ്ടന്മാരെ പറ്റി എഴുത. ഒരു 100 കഥ കാണും അവന്മാരെ പറ്റി എഴുതാൻ. അവന്മാരുടെ ഇടയിൽ കിടന്ന് ജീവിച്ച് ജീവിച്ച് ഞങ്ങൾക്കൊന്നും ഇപ്പൊ കഥയില്ലാണ്ടായി സ്വാമി. ഞങ്ങള് കോളനിക്കാരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി വന്നതാ സ്വാമി റാവുത്തരും അവന്മാരും ഒക്കെ. ആ മൂസാസേട്ടും വക്കീലും കൂടെ കൊണ്ട് താമസിപ്പിച്ചതാ എല്ലാത്തിനും. ഞങ്ങളെ ദ്രോഹിച്ചും ഉപദ്രവിച്ചും ഒക്കെ ഇവിടുന്ന് ഇറക്കി വിടാൻ. ഒടുക്കം വക്കീലും ഇവന്മാരും തമ്മിൽ തെറ്റിയപ്പോ ഈ ദുഷ്ടന്മാരൊക്കെ ഇവിടുത്തെ ആളുകളായി. ഞങ്ങളുടെ നേതാക്കന്മാര് ചവഞ്ഞ് പണപ്പെരുവും താമസവും തുടങ്ങി. അല്ല, ഒരു കണക്കിന് ഇവന്മാരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇവന്മാർക്കൊക്കെ പണം കൊടുത്താൽ എന്താ? അല്ലെങ്കിൽ പണ്ടേ ആ വക്കീലും മൂസാസെറ്റും കൂടെ ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയേനെ. എന്തിനാ പിന്നെ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിക്കണേ? അവകാശവും വാങ്ങിച്ചോണ്ട് വല്ലയിടത്തേക്കും പൊക്കൂടെ? പോകാമെന്ന് പറഞ്ഞെങ്കിൽ ചെന്നേച്ചാ മതി. അവകാശം മേടിച്ചോണ്ട് പൊക്കോളാന്ന് പറഞ്ഞേനെ ഒരുത്തന്നെ റാവുത്തര് വെട്ടിയതും ജയിലിൽ പോയതും. അവിടുന്ന് ഇപ്പൊ പുല്ല് പോലും ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എങ്ങും പോകണ്ടായേ. ഞങ്ങളെ ആരും കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയും വേണ്ട. ആ മാധവി, എടി മാധവി. അമ്മേ, ഉമ്മ. എടി, നീ ആരോട് ചോദിച്ചിട്ടാടി ഇവിടെ വാടകക്കാരെ കഴിച്ച് താമസിപ്പിച്ചത്? എടി, ഇങ്ങനെ വന്നവന്മാരടി ഇവിടുത്തെ ആളുകളായത്. എന്നിട്ട് നിനക്ക് മതിയായില്ല അല്ലടി? മര്യാദക്ക് ഈ വണ്ടി സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഇറക്കി വിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം തല്ലി പൊളിക്കും. എടാ, നിന്നെ ഞാൻ. അയ്യോ, എടാ,
എടാ വണ്ടി പുറത്തേക്ക് ഇറക്കണം. പിടിച്ചോ ഇല്ലേ? നിങ്ങള് വരുന്ന വണ്ടി പുറത്തേക്ക് ഇറക്കണം. പറയണ കേക്കാം. എടുക്കണ വണ്ടി പുറത്തേക്ക്. എന്റെ ഉമ്മ അയ്യോ പറഞ്ഞു. ഉമ്മ ഉമ്മ ചതിക്കല്ലേ ഉമ്മ അവർ എന്റെ ആളുകളാ ഉമ്മ ഇങ്ങോട്ട് മാറി. കയ്യിന്ന് വിട്. കയ്യിന്ന് വിട്ടിട്ട് ഞങ്ങളെ അടിക്കാനാ. വേണ്ട ഉമ്മ, ഉമ്മ ഇങ്ങോട്ട് വന്നേ ഉമ്മ ഞാൻ പറയട്ടെ ഇങ്ങോട്ട് വന്നേ ഉമ്മ നീ ആരണ്ടി? പൊന്നുമർത്ത സൂറാബായിയ. ഈ സൂറാബായി ജീവിച്ചിരിക്കുമ്പോ എന്റെ വീട് വാടകയ്ക്ക് കൊടുക്കാൻ നിന്നോട് ആരണ്ടി പറഞ്ഞത്? അയ്യോ ഉമ്മ ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. ഉമ്മയോട് സത്യം ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ലേ? ഉമ്മയോട് ചോദിക്കാതെ ഉമ്മയുടെ വീടൊക്കെ ഞാൻ വാടകയ്ക്ക് കൊടുക്കും ഉമ്മ. കൊടുത്ത് കൊടുത്ത് വാടകയ്ക്ക് കൊടുത്ത്. ആ നിന്നോട് ചോദിച്ചു വിളക്കാൻ വെച്ച പിള്ളേരെ ഒറ്റ ഒരിടത്തും ഇവിടെ കണ്ടു പോരുത്. പോ, പോര്. എന്താ ആ ഉമ്മയെ തലയ്ക്ക് നല്ല വെളിവില്ലാത്ത ഒരു ഉമ്മയാ. പേടിക്കാനൊന്നുമില്ലെന്ന് നേരിട്ട് എന്നങ്ങ് ചോദിച്ചാൽ മതി. അപ്പൊ നിൽക്കും ബഹളം. അല്ല ഈ തലയ്ക്ക് വെളിവില്ലാത്തടത്തൊക്കെ നമ്മൾ എന്ത് ചോദിക്കാം? അതല്ല വീട് വാടകയ്ക്ക് വരുമോ നേരിട്ട് അങ്ങ് ചോദിച്ചാൽ മതി സ്വാമി. വാ എന്താ സ്വാമി ഇത്? സ്വാമി എന്നെക്കളപ്പുറം വന്നേ ഇങ്ങോട്ട്. ആണോ ദാ ചോദിക്ക. ഇതാണ് വീട് വാടകയ്ക്ക് ചോദിച്ചു വന്നവര്. ഇങ്ങോട്ട് വന്ന് ചോദിക്ക സ്വാമി ചോദിക്ക. അതെ ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നവരാ. ഉമ്മയോട് ചോദിക്കാൻ വരികയായിരുന്നു. അപ്പോഴാ ഉമ്മ വിളിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അനുവാദം തരണം. നീ എന്ത് പണിക്ക് അവിടെ വന്നിരിക്കുന്നത്? ആ, പി- ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് എന്താ അവിടെ പണിയെന്ന്? കഥ എഴുതുന്ന പണിയാണ് ഉമ്മ. അല്ല, കഥ എഴുതുന്ന പണിയാണാ? ആ ആ അപ്പൊ എപ്പോഴും മക്ക് കഥ കേക്കാലോ അല്ലേ? പിന്നെന്താ? മോന്റെ പേരെന്തെന്നാ? കൃഷ്ണമൂർത്തി എന്നാ. ഓ കൃഷ്ണമൂർത്തി അല്ല, കൃഷ്ണമൂർത്തി. അത് തന്നെയാ. ഞങ്ങൾക്ക് അത്രയൊക്കെ പഠിപ്പേ ഉള്ളേ. കൃഷ്ണമൂർത്തി എന്ന് പറയാൻ MA വരെ ഒന്നും പഠിക്കണ്ട, നാക്കൊന്ന് പഠിച്ചാ മതി. എന്താ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നാക്കൊന്ന് പഠിച്ചാ മതി. നാക്ക് പഠിക്കാനല്ലേ പറഞ്ഞത്, ചാക്ക് പിടിക്കാനാ. ആഹാ, ചാക്ക് ഞാൻ പിടിക്കാലോ, ഞാൻ പിടിക്കാം. ആ പിന്നൊരു കാര്യം, ആ, താമസിക്കുന്നതൊക്കെ കൊള്ളാം. ഉമ്മാക്ക് വാടക തരണം. ആ, അതിനെന്താ? അതിപ്പോ തന്നെ തന്നേക്കാം. ഇതാ അഡ്വാൻസ് ആയിട്ട്. ഇതാ എന്താ ഉമ്മ? വാങ്ങിച്ചോ വാങ്ങിച്ചോ ഉമ്മ. എന്താ സ്വാമി? ഏതാ ഈ ഉമ്മ? അതാ മൂസാസേട്ടന്റെ ഉമ്മ. ഏ? ഇതിന്റെയൊക്കെ ഉടമസ്ഥനില്ലേ മൂസാസേട്ട്, അയാളുടെ ഉമ്മയാ സൂറാബായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? മകൻ വലിയ കോടീശ്വരനായിട്ട് എന്താ സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ട് ഉമ്മയെ ചവിട്ടി പുറത്താക്കി. എന്നിട്ടാ ഇപ്പൊ ഞങ്ങളെയൊക്കെ കുടിയൊഴിപ്പിക്കാൻ നടക്കുന്നത്. പെറ്റതല്ലേ വിടാത്തവനാ, പിന്നെ ഞങ്ങളെയൊക്കെ വിടുവോ? അനുഭവിക്കും, ഇതിനൊക്കെ അവൻ അനുഭവിക്കും. അവൻ മാത്രമല്ല, അവന് വേണ്ടി നടക്കുന്നവരും അനുഭവിക്കും. അല്ലെങ്കിൽ കണ്ടോ? സ്വാമി അവിടെ എന്താ പണി? ആ സാധനം എടുത്തോണ്ട് വാ. ആ വേണ്ട വേണ്ട, പുറകോട്ട് ഇറങ്ങണ്ട. ഏ? ആദ്യമായിട്ട് താമസിക്കാൻ വരുമ്പോ വെച്ച കാല് പുറകോട്ട് വെക്കാൻ പാടില്ലെന്നാ. പോന്നോളൂ, ഞാനിങ്ങോട്ട് മാറി തന്നേക്കാം. പോന്നോളൂന്നേ. സ്വാമി ദേ, ഞാൻ പോയി നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ദേ ഇതൊക്കെ ആ പെണ്ണിന്റെയാ. ഇത് ഒന്നെടുത്ത് പുറത്ത് വെച്ചേക്ക്, ആ പെണ്ണെടുത്തും നോക്കോളൂ. വേണ്ട വേണ്ട വേണ്ട, ആ പെണ്ണ സാധനമൊക്കെ താഴെ എടുത്ത് കൊടുത്താൽ മതി.
ജോസഫേ ജോസഫേ